പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ ചതി മനസ്സിലാക്കിയതിനെ തുടർന്ന് ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത് എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ റാം മോഹൻ. മാത്രവുമല്ല, ഇതേ തുടർന്ന് തിരികെ രാഹുൽ എത്തിയതിനെ തുടർന്ന് രാഹുൽ മോനെ, ആ ഡോക്യുമെന്റ്സ് ഒന്ന് വേണമല്ലോ, കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിൽ കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാനാണ്. ഓ, അങ്ങനെയാണോ അങ്കിൾ? അങ്കിൾ, ഇഷ എവിടെ? ഇഷയെ കണ്ടില്ലല്ലോ. ആ, ഇഷ വരും മോനെ, ആ കാര്യത്തിൽ നീ പേടിക്കൊന്നും വേണ്ട. ഇഷമോൾ ഉടൻ തന്നെ വരും. അവൾ അവളുടെ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാ. ആണോ? എന്നാൽ ഇഷ വരട്ടെ. ഇഷ വരുമ്പോ ഡോക്യുമെന്റ്സും വരും. ഏ ആ, അങ്ങനെയാണെങ്കിൽ ഇഷ വരികയാണെങ്കിൽ ഡോക്യുമെന്റ്സും അങ്കിളിന്റെ കയ്യിലേക്ക് കൃത്യമായി വരും. അതുവരെ അങ്കിൾ പേടിക്കാതിരിക്കേ. ഓ, അങ്ങനെ. ശരി മോനെ, അങ്ങനെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ. ആ, ശരി അങ്കിൾ, എനിക്കും ഒന്ന് പുറത്തു പോകാനുണ്ട്. ഞാൻ അത് കഴിഞ്ഞിട്ട് വരാം. ഇതോടെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് റാംമോഹൻ. ഇവൻ പഠിച്ച കള്ളൻ തന്നെയാ. സ്വന്തം കാര്യം നടക്കുന്നതിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വരുന്നവൻ. അതുകൊണ്ട് ഇവനെ സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. ബുദ്ധിപൂർവമായി എന്തെങ്കിലും ഒരു പ്ലാൻ നടത്തിയേ പറ്റൂ, ഇല്ലെങ്കിൽ സ്വത്തുക്കളെല്ലാം കൈവിട്ടു പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇതോടെ വക്കീലിനെ ചെന്ന് കാണുകയാണ് റാംമോഹൻ. വക്കീലെ, എഴുതിയ വിൽപത്രം ഒന്ന് മാറ്റണമല്ലോ. ഞാൻ വിചാരിച്ചതുപോലെയല്ല ആ രാഹുൽ. ഇനി കാര്യങ്ങൾ കൃത്യമായി നീക്കിയില്ല എങ്കിൽ പ്രശ്നമാകും. ആ വിൽപത്രം മാറ്റണം. റാംമോഹൻ സാറേ, അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ പറഞ്ഞല്ലോ, അന്നേ വ്യക്തമാക്കിയതാണ് വിൽപത്രം എഴുതുമ്പോൾ സൂക്ഷിക്കണമെന്ന്. ഇതിപ്പോൾ ബുദ്ധിമുട്ടാണ്. അത് മാറ്റണമെങ്കിൽ കുറെ കടമ്പകൾ നമ്മൾ കടക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഞാൻ തയ്യാറാണ്. എന്തു പറയുന്നു? അങ്ങനെ കാര്യങ്ങൾ ചെയ്യാം. ഒരു പ്രശ്നവും ഇല്ല ഈ കാര്യത്തിൽ. ഇതോടെ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിക്കുകയാണ് റാംമോഹൻ. ആ രാഹുലിനെ തൻ്റെ വഴിക്ക് കൊണ്ടുവന്നേ പറ്റൂ, ഉറപ്പിച്ചിരിക്കുകയാണ്. ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന രാഹുലാകട്ടെ ഇപ്പോൾ പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ദേവപാലയെ ചെന്ന് കാണുകയും ദേവപാലയോട് നമുക്ക് വീണ് കിട്ടിയ അവസരം കൃത്യമായി വിനിയോഗിക്കുകയാണ് വേണ്ടത്. നിന്നിൽ നിന്ന് ഡിവോഴ്സ് നേടുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ അവർ ശ്രമിക്കുന്നത്. പക്ഷേ നിന്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീയുടെ കൂടെയാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ള കാര്യം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റും. ദേവബാല അതിന് തയ്യാറാണോ? അതെ, എനിക്ക് അബിയെ വേണം. അതിനുവേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാ. അവർക്കൊരു തിരിച്ചടി കൊടുക്കുക തന്നെ വേണം. അപ്പോൾ നിയമപരമായി വേണം നമ്മൾ ഇനി കാര്യങ്ങൾ ചെയ്യുന്നതിനായി. വെറുതെ എടുത്തു ചാടിയിട്ട് കാര്യമില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുക. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാം. ശരി, എന്താ വേണ്ടത് എന്ന് പറഞ്ഞാൽ മതി. ഇതോടെ പുതിയ നീക്കങ്ങൾ നിയമപരമായി നീക്കുകയാണ് ഇപ്പോൾ അഭിഷേകിനെ കൊടുക്കുന്നതിനായിട്ട്. ഇതേ സമയമാകട്ടെ കാര്യങ്ങളൊന്നും അറിയാതെ പുതിയ ജീവിതം ആസ്വദിച്ചു തുടങ്ങുകയാണ് അഭിഷേക്. ഇതോടെയാണ് ആ ദുരന്തം അവരെ തേടി എത്തുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.